ഹായ് വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം. ഇറ്റ്സ് ലൈക്ക് എനിക്കങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ അറിയില്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ് ഫോർ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എഴുന്നേറ്റു. ഇനി കുറച്ച് വെസൽസ് ഒക്കെ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ ഫസ്റ്റത്തെ ജോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. എനിക്ക് ഒരു 3-4 ഡേയ്സ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഹെഡേക്ക് ഉണ്ട്. മൈഗ്രെയിൻ്റെ ആണോ എന്ന് ഞാൻ മുന്നേ ടെസ്റ്റ് ചെയ്തപ്പോൾ അതല്ല, പക്ഷേ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കണ്ണ് തുറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്നെന്തായാലും അബി പറഞ്ഞു എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ ലോക്ക് ചെയ്തു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ തലവേദന ആയതുകൊണ്ട് അധികം ഒന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ തൊട്ടടുത്തിട്ടുള്ള ഒരു പ്ലേസിലേക്ക് തന്നെയാണ് പോയത്. ഒരു അടിപൊളി കേരള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇതാ പോകുന്ന വഴിയാട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഞാൻ നിൽക്കുന്ന സറൗണ്ടിങ്സ് എല്ലാം. ഞാൻ മുന്നേ താമസിച്ചിരുന്നത് കരാമയിലാണ്. കരാമയിൽ ഭയങ്കര ക്രൗഡഡ് ആണ്. സംടൈംസ് അത് ഓക്കെയാണ്, സംടൈംസ് എനിക്കതൊന്നും ഓക്കെ അല്ലായിരുന്നു. സോ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഞാൻ ഒരു 3-4 ടൈംസ് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.5 മന്ത് ആകുന്നുള്ളൂ ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ ടേബിളൊക്കെ കണ്ട് ഒരു അടിപൊളി സ്ഥലം നോക്കി വ്യൂ ഒക്കെ ഉള്ള ഒരു പ്ലേസ് നോക്കിയിട്ടാണ് ഇരുന്നത്. ഒബ്വിയസ്ലി ബിരിയാണി ആയിരിക്കും ഓർഡർ ചെയ്യുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ വിചാരിച്ചു എന്തായാലും ലഞ്ചായിട്ട് കഴിക്കാം, എന്നിട്ട് ഹോസ്പിറ്റലൊക്കെ പോവാം എന്ന് വെച്ചിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ല ബിരിയാണി, എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കണിന് ഒരു മെഷീൻ വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ആ മെഷീനിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ കിട്ടും. ആ ടോക്കൺ വെച്ചിട്ടായിരിക്കും നമുക്ക് കൺസൾട്ടേഷന് മുന്നേ BP ചെക്കിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൈറ്റ് വെയിറ്റ് ഒക്കെ അവർ ചോദിക്കും. ഈ ഇടയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾ വരുന്നുണ്ട്. മേ ബി കഴിക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ആയിരിക്കാം. ഇപ്പം ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നത് വളരെ കുറവാണ്. അബിക്ക് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്നുറങ്ങുന്ന അബിൻ ചാക്കോ സീനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. നമുക്ക് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ അവർ അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇൻഷുറൻസ് ടീമിനെ അവർ അപ്രൂവൽ സെൻഡ് ചെയ്യും. അവർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയും എനിക്ക് തലവേദന എടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് മരുന്ന് കഴിക്കാമെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കരാമയിൽ ഞങ്ങൾ ഫ്രണ്ട്സിനെ കാണാൻ പോയി. കൂട്ടത്തിൽ ഒരു ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം കരാമയിൽ കുറേയധികം ബൊട്ടീക്സ് ഉണ്ട്. അപ്പോൾ അവൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ ഫേവറേറ്റ് ഒരു ഷോപ്പാണ് കേട്ടോ, ഓറ ബൈ ശ്രീ എന്ന് പറഞ്ഞിട്ട്. ഒരു അടിപൊളി ഡോണറ്റ്സിൻ്റെയും പിന്നെന്താ പറയുക, ഇതൊരു തിരാമിസ് ഡ്രിങ്കാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് 21 AED ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൊണ്ടായതുകൊണ്ട് തന്നെ എപ്പോഴും കുടിക്കാറില്ല, വല്ലപ്പോഴും മന്ത്ലി 1 ടൈമൊക്കെ ഞാൻ ഇത് കുടിക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ഫ്രണ്ട് ഷെറിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഈ കണ്ടോ ഡ്രസ്സ് മാറിയത് എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടെ ഒരു കഫേ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് വന്നത് ഡെനിം ഷർട്ട് ആയതുകൊണ്ട് ഇതവർ വാങ്ങിപ്പിച്ചിട്ട് മാറ്റിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഫേയുടെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഹൊറിസോണ്ടലിലാണ് നമ്മുടെ യൂട്യൂബ് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വേർട്ടിക്കലി എടുക്കാറില്ല. അപ്പോൾ ഇനി മാക്സിമം പുറത്തൊക്കെ പോകുമ്പോൾ എടുക്കാൻ നോക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. അത്യാവശ്യം ഒരു 6-6:30 ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് ഈ വ്യൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ വ്യൂവിൽ ഒരു അടിപൊളി ഫ്രെയിമിംഗ് ഉണ്ട്. ബുർജ് ഖലീഫയുടെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് തന്നെ ഫ്രെയിമൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ എടുത്തില്ല, ബട്ട് ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പോൾ വാർ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ഇത് ബുർജ് ഖലീഫ നോക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവാറുണ്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ടിനെയും കൂടെ കാണാനുണ്ടായിരുന്നു. അയാൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോഴേക്കും എനിക്ക് തലവേദന കൂടിയിട്ടുണ്ട്. അങ്ങനെ തലവേദന ആണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് എന്താവും നോക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടി വ്ളോഗെന്നൊന്നും പറയാൻ പറ്റില്ല, ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയുള്ള ഓരോ ദിവസങ്ങളിൽ ഞാൻ ഡേ ബൈ ഡേ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ.